നമസ്കാരം പ്രിയപ്പെട്ടവരെ, SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തൊട്ടോട്ടവാ, രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാം. എന്തിനാ? എല്ലാവർക്കും +1 സയൻസ് ബാച്ചിൽ അഡ്മിഷൻ വേണം. സയൻസ് ബാച്ചിന് ആഗ്രഹമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുവാൻ ഗവൺമെൻറ് സ്കൂളുകൾക്കും മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കും ആവശ്യമായ സീറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പരിഹാരമുണ്ടോ സാറേ? പരിഹാരമുണ്ട്. ഗവൺമെൻറ് സ്കൂളിലും മാനേജ്മെൻറ്റ് സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓപ്പൺ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത്തരം ഓപ്പൺ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. ഇതിനായി എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്നു. +1 സയൻസ് ബാച്ച് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി സീറ്റ് കിട്ടിയില്ല എന്ന് കരുതി അങ്കലാപ്പിലാകണ്ട, പരിഹാരമുണ്ട്. ആന്തലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ ക്യാമ്പസ്. ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സയൻസ് കോഴ്സിനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനേഷനുള്ള കോച്ചിങ്ങും ലഭിക്കുന്നു. +1 സയൻസ് ബാച്ച് മാത്രമല്ല, ഹ്യൂമാനിറ്റീസും ഉണ്ട്. മികച്ച വിദ്യാഭ്യാസ പരിശീലനം, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഹോസ്റ്റൽ സംവിധാനം. ഒരു പതിറ്റാണ്ട് കാലമായി കരുനാഗപ്പള്ളിയിൽ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആന്തലസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററും 100ലധികം വിദ്യാർത്ഥികളെ നീറ്റ് ആൻഡ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനുകൾ എഴുതി വിജയിക്കുവാൻ പ്രാപ്തമാക്കിയ കായംകുളം, മാവേലിക്കര, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ടെസ്ല അക്കാഡമിയും സംയുക്തമായി ചേർന്നാണ് കരുനാഗപ്പള്ളിയിൽ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത, +2 സയൻസ് ബാച്ചിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് നയിക്കുന്ന പ്രിയപ്പെട്ട നൗഫൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ സയൻസ് ബാച്ചിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ +2 കഴിയുമ്പോൾ കുട്ടികളെ ഏകദേശം 29ഓളം എൻട്രൻസ് പരീക്ഷകൾ എഴുതാൻ പ്രാപ്തരാക്കിയെടുക്കുക. അപ്പം നമ്മൾ നോർമലി ഇങ്ങനെ അല്ലാതെ +2 പഠിച്ചാൽ ഇവർ +2 കഴിഞ്ഞിട്ട് 2-3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസാണ്. അപ്പോൾ നമ്മൾ +2 സയൻസിനോടൊപ്പം തന്നെ കൃത്യമായ എൻട്രൻസ് പരീക്ഷയിലൂടെ കൊടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് ഈ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മെറിറ്റ് അഡ്മിഷൻ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ +1 ഓപ്പൺ രജിസ്ട്രേഷൻ, അത് പൊതുവെ ആളുകളുടെ ഇടയിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന അതേ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ബോർഡിന് ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡ് DHSE, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഒറ്റ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. പരീക്ഷ നടത്തുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഹയർ സെക്കൻഡറി 2 സ്ട്രീമിൽ റെഗുലർ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ സ്കൂൾ കേരള എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ +2 കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം, മീൻസ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാ കാര്യങ്ങളും DHSEയുടെ സെയിം സർട്ടിഫിക്കറ്റും പ്രാക്ടിക്കൽസും പരീക്ഷയൊക്കെ നമ്മൾ തൊട്ടടുത്ത് നമുക്കൊരു നോഡൽ സ്കൂൾ ഉണ്ടാവും. ആ സ്കൂളിൽ വെച്ചിട്ടാണ് ഇവരുടെ എക്സാമും പ്രാക്ടിക്കലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, 2 സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുണ്ടാകും അതേ വാല്യൂ ഈ സർട്ടിഫിക്കറ്റ്. തീർച്ചയായിട്ടും തൊഴിൽ മേഖലകളിലൊന്നും ഒരു പ്രശ്നവും ഇത് ബാധിക്കത്തില്ല. തീർച്ചയായിട്ടും. കാരണം ഇത് മറ്റ് 2 സർട്ടിഫിക്കറ്റ് അല്ലല്ലോ, 2 പേർക്കും കിട്ടുന്ന ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ. കാരണം കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡിന്റെ പരീക്ഷ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, ഇവരും എഴുതുന്ന സെയിം പരീക്ഷ തന്നെ. പഠിക്കുന്ന സ്കൂൾ ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ ലാബ് സംവിധാനമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇവർക്ക് +1 കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലാണ് പ്രാക്ടിക്കൽ സൗകര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ലാബ് സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവർ നോഡൽ സ്കൂളിൽ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്കൊരു കോൺട്രാക്ട് ക്ലാസ് ഉണ്ട്. ആ നോഡൽ സ്കൂളിലും പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ 2 സ്ഥലത്തും ഉണ്ട്, നമ്മുടെ ക്യാമ്പസിലും ഉണ്ട്, അതുപോലെ തന്നെ നോഡൽ സ്കൂളിലും പ്രാക്ടിക്കൽ ചെയ്യുന്നു. ഇപ്പോൾ ഇത് പുതിയ ബാച്ചാണല്ലേ? ഇത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. EGER എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു സംരംഭമാണ്. അപ്പോൾ നമ്മൾ +1 ആദ്യമായിട്ട് തുടങ്ങുകയാണ്, ഇവിടെ ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഇസ്ലാമിക ലേഡീസ് ക്യാമ്പ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. മുസ്ലിം കുട്ടികൾക്കും അല്ലാതെ ആർക്കും രജിസ്റ്റർ ചെയ്യും? ഇവിടെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും പഠിക്കാം. മുസ്ലിം കുട്ടികൾക്ക് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് രാവിലെ നമ്മളൊരു അവരുടെ ധാർമ്മികമായിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുന്നത് മാത്രമല്ല, മുസ്ലിം കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് മുസ്ലിം കുട്ടികൾക്ക്
മതപഠനവുമായി മതപഠനം കൊടുക്കുന്നു. ക്ലാസ് കൊടുക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. മറ്റുള്ളവർക്ക് നമ്മളൊരു മോറൽ സ്റ്റഡീസ് എല്ലാവർക്കും ഉണ്ട്. മോറൽ സ്റ്റഡീസ് എല്ലാവർക്കും ഉണ്ട്. ഇവർ മതം പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം രാവിലെ, അത് അഡീഷണൽ ടൈം കണ്ടെത്തി രാവിലെ ഒരു 7:30 മുതലുള്ള ടൈം 1 മണിക്കൂർ നമ്മൾ മുസ്ലിം കുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് 8:30 മുതലാണ് നമ്മുടെ ബാക്കി റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഇതിന് വേണ്ട പ്രചാരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പസുകൾ കുറഞ്ഞു പോയത്. ആയിരിക്കാം. അത് ഓപ്പൺ രജിസ്ട്രേഷന്റെ സാധ്യത ജനങ്ങൾ ഈ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. ഓപ്പൺ രജിസ്ട്രേഷന്റെ സാധ്യത ആളുകൾ മനസ്സിലാക്കിയില്ല. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം റിസൾട്ട് വന്നു. ഇപ്പോഴേ ഓരോ ഗവൺമെന്റ് സ്കൂളിലും അഡ്മിഷന് വേണ്ടി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം അവസരങ്ങളുണ്ടെങ്കിൽ അത്തരം നെട്ടോട്ടത്തിന്റെ ആവശ്യമില്ല. അത് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതലായിട്ട് സെലക്ട് ചെയ്ത് വരുന്നത്. എൻട്രൻസ് പരിശീലനം ആഗ്രഹിക്കുന്നവർ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഗുലർ സ്കൂളിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ വരുന്നവർ സാധാരണ നോർമൽ സയൻസ് ബാച്ചിൽ നമ്മുടെയൊക്കെ വരുന്നുണ്ട്. സ്കൂളിൽ കിട്ടാത്തവർക്കൊരു മറ്റൊരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞ എന്താണെന്നറിയോ, ഗവൺമെന്റ് സ്കൂളിനെക്കാട്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ട് മാനേജ്മെന്റ് സ്കൂൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വിശാലമായിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മളിപ്പം ഇവിടെ സൗകര്യങ്ങൾ അവിടെ ഒരുക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള വിശദീകരണം കേട്ടല്ലോ. അപ്പോൾ അഡ്മിഷൻ പരിമിതമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക.